ആലപ്പുഴയിൽ ലാത്തി ചാർജിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ചികിത്സാ സഹായം അടിച്ചുമാറ്റിയതായി പരാതി. 2024 ജനുവരി 15-നാണ് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് മർദ്ദനമേറ്റത്. തന്റെ പേരിൽ കോൺഗ്രസ് പിരിച്ചെടുത്ത ചികിത്സാ സഹായം അടിച്ചുമാറ്റിയതാരെന്ന ചോദ്യവുമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്ത് രംഗത്ത് വന്നു. കഴിഞ്ഞ ഒരു വർഷം മുമ്പുണ്ടായ പോലീസ് മർദ്ദനത്തിനു ശേഷം ആശുപത്രി ചികിത്സ ഒഴികെ തനിക്ക് ലഭിക്കേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ഹരിത ബാബുവിന്റെ പോസ്റ്റിന് മേഘ രഞ്ജിത്ത് മറുപടി നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലും KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ ആശുപത്രിയിൽ എത്തിയെങ്കിലും മർദ്ദനത്തിലേറ്റ പരിക്കുകളുമായി തങ്ങൾ ഇപ്പോഴും ജീവിക്കുകയാണെന്ന് അവർ പറഞ്ഞു. പലതവണ കോൺഗ്രസ് നേതാക്കളോട് ചികിത്സാ സഹായം ആവശ്യപ്പെട്ടിട്ടും ഒരു പൈസ പോലും ലഭിച്ചില്ല എന്നും മാത്രമല്ല, കിട്ടാത്ത പണത്തിന്റെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുകയാണെന്നും മേഘ രഞ്ജിത്ത് വ്യക്തമാക്കി. എനിക്ക് കിട്ടിയിട്ടില്ലാത്ത പൈസയുടെ കണക്ക് ഇപ്പൊ 10,000-15,000 രൂപയൊന്നും അല്ലല്ലോ, 2 ലക്ഷം രൂപയൊക്കെ കൂട്ടി പറയുമ്പോ എനിക്കറിയത്തില്ല അതെന്താന്ന്. അതെനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഞങ്ങളെ സഹായിക്കാൻ പിന്നീട് ഇന്നേവരാരും വന്നിട്ടില്ല. എന്റെ ജീവിതത്തിന്റെ വിലയാണോ ചേട്ടാ ഈ പറയുന്ന 8 ലക്ഷം രൂപ? അത് കഴിഞ്ഞൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാനും എന്റെ ഭർത്താവും ജോലി ചെയ്ത് മരുന്ന് വാങ്ങിക്കുക. ഇപ്പോഴും ജോലിക്ക് പോകാൻ പോലും കഴിയാതെ നിരന്തരം ആശുപത്രിയുമായി കഴിയുകയാണ് കുടുംബം. പാർട്ടിക്കു വേണ്ടി സമരം ചെയ്തതോടെ തന്റെ കുടുംബം തന്നെ തകർന്നു പോയതായി മേഘ രഞ്ജിത്ത് പറഞ്ഞു. ഏകമകളുടെ പഠനത്തിനും മരുന്നിനും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ കോൺഗ്രസിന്റെ ഒരു നേതാവും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബത്തെ ഏറെ വിഷമിപ്പിക്കുന്നത്. എങ്കിലും ഇത്തരം പരാതികളൊന്നും തന്നെ പുറത്തു പറയാൻ ഇവർ കൂട്ടാക്കുന്നില്ല. കൈരളി ന്യൂസ്, ആലപ്പുഴ.